എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞങ്ങളുടെ ഹോം മെയ്ഡ് അടുക്കളയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ബിരിയാണിയാണ് കേട്ടോ. എന്നു വെച്ചാൽ ഒത്തിരി മസാലയൊന്നും ഇല്ലാതെ, വറുത്തൊന്നും ഇടാതെ, അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും നമ്മൾ വറുത്തിടാതെ ഉണ്ടാക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് ബിരിയാണിയായിട്ട് ഞങ്ങൾ വന്നേക്കുന്നത്. നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പം നമുക്ക് ആദ്യം നെയ്ച്ചോറ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞങ്ങൾ ജീരക റൈസാണ് എടുത്തേക്കുന്നത്. ഇത് ഞാൻ 500 എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ 500 ഇറച്ചി ബീഫ് ഞാൻ 500 എടുത്തേക്കുന്നു കേട്ടോ. അപ്പം നമുക്ക് ചോറിന് എന്തൊക്കെ സാധനങ്ങൾ വേണം നോക്കാം. നമുക്കത് കളർ വേണം. അതിനുവേണ്ടി നമ്മൾ ലേശം ക്യാരറ്റ് ചെറുതായിട്ട് കുത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ സബോള ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നു. പിന്നെ നമുക്ക് വേണ്ടത് പട്ട, ഏലക്ക, ഗ്രാമ്പൂ, അങ്ങനത്തെ മസാല കുറച്ച് വേണം. പിന്നെ ഉപ്പ്, നെയ്യ് വേണം കുറച്ച്, സൺഫ്ലവർ ഓയിൽ, കുറച്ച് നാരങ്ങ നീര്. ഇത്രയാണ് നമുക്ക് അരിക്ക് വേണ്ടത് ചോറ് വേവിക്കാൻ വേണ്ടി. നമ്മൾ ബിരിയാണി ബീഫ് വേവിക്കാൻ വേണ്ടി നമുക്ക് 500 ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. വലിയ പീസായിട്ടാണ് വേണ്ടത്, പക്ഷേ ഞാൻ ചെറിയ പീസാക്കിയാണ് എടുത്തേക്കുന്നത്. ഞങ്ങൾക്ക് അതാണ് ഇവിടെ ഇഷ്ടം. അപ്പോൾ അത് ചെറിയ പീസാക്കിയിട്ട് 500 ബീഫുണ്ട്. പിന്നെ ഇത് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട സൺഫ്ലവർ ഓയിൽ നമുക്ക് എടുക്കാം. പിന്നെ ചെറിയ ഉള്ളി, ഞാൻ ലേശം ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ബീഫ് ബിരിയാണിക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇടുന്നത്. അപ്പോൾ അതുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ നല്ലപോലെ അരച്ച് വെച്ചേക്കുന്നതാണ്. ഉപ്പ് വേണം. സബോള, ഞാൻ ഇതിന് 3 സബോളയാണ് അരിഞ്ഞ് വെച്ചേക്കുന്നത്. പിന്നെ തക്കാളി, പിന്നെ മല്ലിയില, പുതിനയില, പിന്നെ വെള്ളം വേണം. ഇത്ര സാധനങ്ങൾ മതി ഇതിന്. പിന്നെ നമുക്ക് ഇടയ്ക്കിടാൻ വേണ്ടി, നമ്മൾ ദം ചെയ്യുമ്പോൾ ഇടയ്ക്കിടാൻ വേണ്ടി മസാലയുടെ പൊടിയും വേണം. പിന്നെ ലേശം നാരങ്ങ നീരിൽ മഞ്ഞൾപ്പൊടി കലക്കി വെച്ചേക്കാണത്. ഇത് നമുക്ക് കളറിന് വേണ്ടി ഞാൻ ഇതാ ചേർക്കുന്നത്. കളറൊന്നും ഞാൻ ചേർക്കലില്ല. അപ്പോൾ അതിന് വേണ്ടിയാണ്. ഇത് നമുക്ക് ലാസ്റ്റ് എടുക്കാൻ വേണ്ടിയാണ്, ദം ഇടാൻ വേണ്ടി. ഇത്രയും സാധനങ്ങൾ മതി നമുക്ക് ബിരിയാണി, ബീഫിൻ്റെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി. എളുപ്പമാണ് ഇതുണ്ടാക്കാൻ വേണ്ടി. നമ്മൾ കുക്കറിലാണ് ആദ്യം നമ്മൾ ഈ ബീഫ് വേവിച്ചെടുക്കും. വേവിച്ചെടുത്തിട്ട് മസാല എല്ലാം ഇട്ടിട്ട് നമ്മൾ വേവിക്കുക ചെയ്യുന്നത്. പിന്നെ നമ്മൾ നെയ്ച്ചോറ് വേറെ ഉണ്ടാക്കിയിട്ട് ദമ്മിടുക ചെയ്യുന്നു. ഇന്ന് നമുക്ക് എങ്ങനെ ഉണ്ടാക്കി നോക്കിയാലോ. നമ്മൾ ബീഫ് വേവിക്കാൻ വേണ്ടി നമ്മൾ കുക്കറിലാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അത് ചൂടായിട്ടുണ്ട്. നമുക്ക് സബോള ഇട്ട് കൊടുക്കാം. ഇത് വെന്ത് വരുമ്പോൾ കുറച്ചേ സബോള ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ്. അതിൻ്റെ കൂടെ നമുക്ക് ചെറിയ ഉള്ളിയും കൂടെ കുറച്ചിട്ട് ചെറുതായിട്ട് നമുക്കൊന്ന് വാട്ടും. ചെറുതായിട്ട് വാടിയാൽ മതി കേട്ടോ. നമ്മൾ കുക്കറിൽ അടച്ചു വെച്ചിട്ട് നമ്മൾ വേവിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. വാടി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള മസാലകളെല്ലാം കൂടെ ഒന്നിച്ചിടും. ആ പറഞ്ഞത് വേഗം നമുക്ക് ആരെങ്കിലുമൊക്കെ വന്നാൽ നമുക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ആണെന്ന് വേണം പറഞ്ഞു. അപ്പം നമുക്ക് കുക്കറിൽ ഇറച്ചി വേവിച്ചെടുക്കുന്നതാണ് നല്ലത്. നല്ലപോലെ വെന്തും കിട്ടും. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ലേശം ഉപ്പ് കൊടുക്കും. ഇത് നമ്മളിവിടുന്ന് വേകുമ്പോഴാണ് നമുക്ക് അപ്പുറത്തെ ചോറ് നമുക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്കിത് നല്ലപോലെ ഇവിടെ കിടന്ന് വേകുകയും. അപ്പോൾ നമുക്ക് വേഗം ബിരിയാണി കഴിക്കാം. ഇത്രയൊക്കെ ആയാൽ മതി. നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ അരച്ചത് നമുക്ക് ഇട്ട് കൊടുക്കും. തക്കാളി ഇട്ട്. നമുക്ക് വലിയ പണിയൊന്നുമില്ല. ഞങ്ങൾക്ക് ഈ വറുത്തിടുന്നൊന്നും ഇഷ്ടമില്ല, അണ്ടി മുന്തിരിയൊന്നും. അപ്പം നമ്മളത് യൂസ് ചെയ്യില്ലേ. ആ വേണ്ടവർക്ക് അതെടുക്കാം. പിന്നെ ഒനിയനൊക്കെ വറുത്ത് ഇടുന്നവരുണ്ട്. അത് ഇഷ്ടമുള്ളവർക്ക് ദമ്മ് ചെയ്യുമ്പോൾ അത് വറുത്തിടും. ഞങ്ങൾ പിന്നെ അതൊന്നും ചെയ്യുന്നില്ല. നമുക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ബിരിയാണി. ലേശം ഇഞ്ചിയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ ഒരു പച്ച മണമുണ്ടല്ലോ, അതൊന്ന് മാറിയാൽ മാത്രം മതി കേട്ടോ. ഇപ്പം നമുക്ക് നമ്മുടെ മസാലപ്പൊടിയും കൂടെ ഇങ്ങോട്ട് ഇടാം. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ. അല്ല ഇത് മൂക്കുകയൊന്നും വേണ്ട നമുക്ക്.
നമ്മുടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മസാല ഇട്ടു. ഞാൻ ഒരുപാട് മസാലയൊന്നും ഇടുന്നില്ല. ഗരം മസാല, മല്ലിപ്പൊടി ലേശം ഞാൻ ഇടലുണ്ട്, ചിലർ ഇടലില്ല, എന്നാൽ ഞാൻ എടുക്കലുണ്ട്. മഞ്ഞൾപ്പൊടിയുണ്ട്, ലേശം മുളക് പൊടിയുണ്ട്. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലപോലെ ഇളക്കി. ഒത്തിരി അങ്ങോട്ട് മസാലയൊക്കെ ആയാലും ഒരു ടേസ്റ്റൊന്നുമില്ല. ഇഷ്ടമുള്ളവർക്ക് ഇടാം കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ചേ യൂസ് ചെയ്യുന്നു. നമ്മളുടെ ദം ചെയ്യുമ്പോൾ നമ്മൾ മസാലപ്പൊടിയൊക്കെ വേറെ ഇടുമല്ലോ. കുറച്ച് മല്ലിയിലയും കൂടെ നമുക്കിനകത്ത് ഇട്ട് കൊടുക്കും. മല്ലിയിലയും പുതിനയിലയും കുറേശ്ശെ ഇടണേ, നല്ല ടേസ്റ്റാണ്. അത് നമ്മൾ ചെറുതായിട്ട് അരിയൊന്നും വേണ്ട. നമ്മുടെ ഇതിനകത്ത് കിടക്കുമ്പോൾ അത് നല്ലപോലെ അങ്ങ് വേവും. അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് മുറിച്ചങ്ങ് കിട്ടാൻ മതി. അപ്പം നമ്മുടെ ഇതിങ്ങനെ മതി. നമുക്ക് ഇതിനകത്തോട്ട് ബീഫ് ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി. നമ്മൾ ഇതിനകത്ത് ലേശം ഉപ്പ് ഇട്ടിട്ടുള്ളൂ. നമുക്ക് വെന്ത് കഴിഞ്ഞിട്ട് ഉപ്പില്ലെങ്കിൽ നമുക്ക് ലേശം ഇട്ട് കൊടുക്കുക. ഇതിനകത്ത് വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. തക്കാളിയുടെയും ഒനിയൻ്റെയും ബീഫിൻ്റെയും എല്ലാം വെള്ളം ഉള്ളതാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഒരു 4-5 വിസിൽ നമുക്കിത് ആദ്യം ഒരു വലിയ വിസിൽ വന്നു കഴിയുമ്പോഴത്തേന് നമുക്ക് ചെറുതായിട്ട് വെച്ചിട്ട് ഒരു 3-4 വിസിലും കൂടെ മതി. അപ്പോൾ ഇത് വേവും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അടച്ചു. നമ്മുടെ ബീഫ് അവിടെ വേകുന്നുണ്ട്. നമുക്കിവിടെ നെയ്ച്ചോറ് ഉണ്ടാക്കാം. അപ്പം ഞാൻ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ ചൂടായിട്ടുണ്ട്. നമുക്ക് മസാലകളെല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ചെറുതരിഞ്ഞതും ക്യാരറ്റ് അരിഞ്ഞതും ചേർത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വഴന്നു വന്നാൽ മതി. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വെക്കണേ. അങ്ങനെ നോക്കിയാൽ മതി കേട്ടോ. അല്ലേ ചോറ് വെന്ത് പോകുന്നൊന്നും പേടിക്കണ്ട. 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം വെച്ചാൽ മതി. നമ്മൾ നാരങ്ങയുടെ ഇതിനുള്ള നമുക്കിടാം. നാരങ്ങ നമ്മൾ നീരൊഴിച്ചാൽ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. നല്ല ചോറായിട്ട് നമുക്ക് കിട്ടും. ഇത് തിളച്ച് വരട്ടെ. ഉപ്പൊക്കെ നമ്മുടെ ആവശ്യത്തിനുള്ള നമുക്കിടാം കേട്ടോ. ഉപ്പൊക്കെ ഞാനിവിടെ നെയ്ച്ചോറിൻ്റെ അരിയൊക്കെ നല്ലപോലെ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് അരി ഇട്ടു. നമുക്ക് നല്ലപോലെ കുറച്ച് നേരം തുറന്ന് വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നല്ല തിള വരും. എന്നപ്പോൾ നമുക്കിത് ചെറിയ തീയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് ചെറിയ തീയിൽ ഒരു 3-4 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കണേ. എന്ന് പറഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. നമുക്കിത് മൂടി വെക്കാം. ചെറുതീയിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ചോറൊന്നും കേടാവില്ല. നമ്മൾ 5 മിനിറ്റ് നോക്കണേ. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടിട്ട് പിന്നെ നമ്മൾ അതുപോലെ തന്നെ വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടെ നമുക്കിത് ചെറു തീയിലേ ഇടാവുള്ളൂ കേട്ടോ. വേവിച്ചെടുക്കാം. നല്ല വലിയ പാത്രത്തിൽ വേണം ഇത് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ റെഡി ആവില്ല. ഇനി മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് നോക്കാം. നമ്മുടെ ഇറച്ചിയൊക്കെ വെന്ത് നല്ല റെഡി ആയിട്ടുണ്ട്. നല്ല കൊഴുത്തിരിക്കുക. നമുക്ക് അടിയിലോട്ട് ദമ്മിടാൻ വേണ്ടി അടിയിലിടാൻ ലേശം വെള്ളത്തോടെ വേണം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് നോക്കാം. നമ്മുടെ ചോറ് നമുക്ക് വെന്തോ നോക്കാം. 2-3 പ്രാവശ്യം ഞാനിത് തിരിച്ചു മറിച്ച് ഇട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചെയ്യണേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറു തീ വെച്ചതാണിത്. നമുക്ക് നോക്കാം. അപ്പോൾ തീ ഓഫാക്കി ഉണ്ടോ. അപ്പം നമ്മുടെ ചോറ് നല്ലപോലെ വെന്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതിലാണ് ഞാൻ ദമ്മിടുന്നത്. അപ്പോൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റട്ടെ. നമ്മളെ ചെറു തീയാണ് അടിയിൽ വെച്ചേക്കുന്നത്. അതിൻ്റെ മുകളിൽ ഇങ്ങനത്തെ അഴുക്ക് പാനൊക്കെ ഉണ്ടാവില്ലേ വീട്ടിലെ, ദോശക്കല്ലോ പാനോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ദമ്മിടാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് പാത്രം നമ്മൾ ദമ്മിടുന്ന. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ മസാല ഇട്ടു. ഇത് നമ്മുടെ ബീഫ് മസാലയാണ് ഈ ഇട്ടേക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മളിനിയും ചോറിടാൻ പോകുന്നത്. ഇത് കൈ കൊണ്ട് ഇങ്ങനെ തട്ടി തട്ടി ഇങ്ങനെ ചോറിടും. ചെറു തീയായിരിക്കണം കേട്ടോ. നമ്മുടെ കുറച്ച് ചോറ് നമ്മളിട്ടു. നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. നെയ്യ് ഒഴിച്ചു. നമ്മൾ കലക്കി വെച്ചില്ലായിരുന്നു മഞ്ഞൾപ്പൊടി നാരങ്ങാ നീരും കൂടെ, ആ മിശ്രിതം കുറച്ചിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. മസാലപ്പൊടി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മതി, അല്ലെങ്കിൽ ചിക്കൻ മസാലപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും ലേശം ഇട്ട് കൊടുക്കുക. മല്ലിയിലയും പുതിനയിലയും കൂടെ കുറേശ്ശെ ഇടുക. ഇനി നമ്മൾ വീണ്ടും ചോറിട്ട് കൊടുക്കാം. വീണ്ടും ചോറിടുക. വീണ്ടും അങ്ങനെ തന്നെ ചെയ്യുക. നെയ്യ് പകരുക. മസാലപ്പൊടി ഇടുക. ഗരം മസാലപ്പൊടി അങ്ങനെ എന്തെങ്കിലും ഇടുക. നമ്മുടെ ആ മിശ്രിതം, മഞ്ഞ മിശ്രിതം ഒഴിക്കാം. മല്ലിയിലയും പുതിനയിലയും ഇടുക. വീണ്ടും ചോറിട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് എത്ര ചോറുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെ കുറേശ്ശെ നമ്മളിട്ടിട്ട് നമ്മൾ ഈ ചെയ്യുന്ന മാതിരി തന്നെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് അല്ല 7 മിനിറ്റ് മതി. അപ്പം ചെറു തീയിലിട്ടിട്ട് നമുക്കിത് അടച്ചു വെക്കാം. എന്നിട്ട് നമുക്ക് എടുക്കാം. നമുക്കിതിന് സൈഡ് ഡിഷ് വേണ്ടേ? അതിന് വേണ്ടി ഞാനൊരു സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. കുക്കുംബറും ക്യാരറ്റും ഒനിയനും കൂടെ നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ് ഇത് നമുക്കിതിനകത്ത് ചേർക്കാനുള്ളത്. ഇതിങ്ങനെ വേണേലും നമുക്ക് യൂസ് ചെയ്യാം. വിനിഗർ ഒഴിച്ചാൽ മാത്രം മതി കേട്ടോ, ഇങ്ങനെ വേണ്ടവർക്ക്. അല്ലാത്തവർക്ക് ഇതിനകത്തോട്ട് തൈരും ചെറുനാരങ്ങാ നീരും ലേശം ഒഴിക്കുക. എന്നിട്ട് ഇളക്കി നല്ലപോലെ എടുത്താൽ മതി. ഇത് ഞാൻ ആ സമയമാകുമ്പോഴേ ഞാനകത്ത് തൈരും നാരങ്ങാ നീരും ഒഴിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഒഴിക്കാഞ്ഞ് ഇത് നമുക്ക് സൈഡ് ഡിഷായിട്ട് എടുക്കാം. അപ്പോൾ ഒരു 7-8 മിനിറ്റൊക്കെ ആകുമ്പോൾ നമ്മൾ ദമ്മിട്ടതൊന്ന് തുറന്ന് നോക്കണേ. തുറന്ന് നോക്കിയിട്ട് നമ്മൾ എന്തുകൊണ്ടാണെങ്കിലും ഇങ്ങനെ ഉണ്ടോ, നമ്മുടെ ചോറൊക്കെ നല്ല ഓരോന്നായിട്ട് കിടക്കുന്നുണ്ടോ ദമ്മിട്ടപ്പോൾ ഉണ്ടോ. ഇത് നമ്മൾ തീ ഓഫാക്കുക. എന്നിട്ട് നമുക്കിത് നല്ല പോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കി കൊടുത്ത് നമ്മൾ എടുത്താൽ മതി, കുഴപ്പമില്ല. നമ്മൾ ഇളക്കി കൊടുത്തിട്ട് സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാവേ. ഇത്രയേ ഉള്ളൂ പണി. അപ്പോൾ നമ്മുടെ ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നല്ല അലങ്കരിച്ച് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ യൂട്യൂബിൽ ഇടുന്നതുകൊണ്ട് നല്ലതാക്കി എടുത്താണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തിട്ട് ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം കേട്ടോ. ഇത് ഞാൻ നല്ല വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം മുഴുവനോടെ കാണുക. എന്നിട്ട് കമൻറ്റിലൊക്കെ ഇടണേ. കമൻറ്റിലിട്ടാലേ നമുക്കത് വായിക്കുമ്പോൾ ഒക്കെ ഒരു ഇതുണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും കമൻറ്റിലിടുക. എന്നിട്ട് ഒന്ന് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. വേറെ ഒന്നുമില്ല. എന്നാൽ ഞങ്ങൾ അടുത്തൊരു ഡിഷായിട്ട് അടുത്തൊരു ദിവസം തന്നെ വരാം. എല്ലാ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ബൈ ബൈ.